താമരയെ വെട്ടിമാറ്റാൻ നോക്കിയവർക്ക് സുരേഷ് ഗോപി നൽകിയ ആ മറുപടി അത് വെറുമൊരു വാക്കോ ഡയലോഗോ ഒന്നുമല്ല, അതൊരു താക്കീതാണ്. എന്താണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഇന്നൊരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. പക്ഷെ ഇത് കലയുടെ യുദ്ധമല്ല, മറിച്ച് ചിഹ്നങ്ങളുടെ രാഷ്ട്രീയ യുദ്ധമാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 15,000 കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കുമ്പോൾ അവിടെ ഒരു പൂവിനെ ചൊല്ലി നടന്ന തർക്കം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമായി മാറി. ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ അഭിമാനമാണ് താമര, നമ്മുടെ ദേശീയ പുഷ്പം. സാംസ്കാരികമായും ആത്മീയമായും ഭാരതീയർ പവിത്രമായി കാണുന്ന ഒന്ന്. എന്നാൽ കേരളത്തിലെ പിണറായി സർക്കാർ കലോത്സവ വേദികൾക്ക് പൂക്കളുടെ പേരിട്ടപ്പോ താമരയെ മാത്രം പടിക്ക് പുറത്താക്കി. ഡാലിയയും സൂര്യകാന്തിയും നന്ദ്യാർവട്ടവും ഉള്ളപ്പോ താമരയ്ക്ക് അവിടെ സ്ഥാനമില്ല. എന്തുകൊണ്ട്? ഉത്തരം ലളിതമാണ്, രാഷ്ട്രീയം. ഒരു പൂവിനെ പോലും രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കുന്ന ഈ സങ്കുചിത മനസ്ഥിതി എത്രത്തോളം പരിതാപകരമാണ്. ഭാരതത്തിന്റെ അസ്തിത്വത്തെ തള്ളിപ്പറയുന്ന ഇത്തരം നീക്കങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. വിവേചനത്തിന്റെ വിത്തുകൾ പാകി കലയുടെ ഉത്സവത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധം. ഒടുവിൽ ജനരോഷത്തിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ഡാലിയയെ മാറ്റി താമരയാക്കാൻ സംഘാടകർ നിർബന്ധിതരായി. ഉദ്ഘാടന വേദിയിൽ BJP കൗൺസിലർമാർ സുരേഷ് ഗോപിക്ക് താമരപ്പൂക്കൾ നൽകി സ്വീകരിച്ചപ്പോൾ അതൊരു മറുപടിയായിരുന്നു. തൃശൂർകാർ സ്നേഹത്തോടെ ഹൃദയത്തിലേറ്റിയ സുരേഷ് ഗോപി തന്നെ സ്വീകരിച്ചവരോടും മുന്നിലിരിക്കുന്ന മുഖ്യമന്ത്രിയോടും കാണിച്ച ആ രാഷ്ട്രീയ മാന്യത നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ രാഷ്ട്രീയം പറഞ്ഞ് കയ്യടി നേടാമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇത് കുട്ടികളുടെ വേദിയാണ്, ഇവിടെ വെച്ച് രാഷ്ട്രീയ മറുപടികൾ നൽകുന്നില്ല. എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ട്, അത് ജനങ്ങൾക്കറിയാം. ഇതാണ് യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കിയവരെയല്ല, മറിച്ച് കുട്ടികളുടെ കളിച്ചിരികളെയും കലയെയും ബഹുമാനിച്ച കേന്ദ്രമന്ത്രിയെയാണ് ലോകം പ്രശംസിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിജയം ആരുടെയും പരാജയത്തിന് മേലല്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതിലൊരു വലിയ സത്യമുണ്ട്. അഹങ്കാരത്തിന് മേലല്ല, മറിച്ച് ജനവിധിക്ക് മേലാണ് വിജയം പടുത്തുയർത്തേണ്ടതെന്ന് കൃത്യമായ ഓർമ്മപ്പെടുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ താമരയെ വെട്ടിയ രാഷ്ട്രീയ നാടകത്തിന്റെ ജാള്യതയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എല്ലാം ചോദിച്ചിരിക്കണമല്ലോ. കേരളത്തിന്റെ കലയും പൈതൃകവും ഒരു പാർട്ടിയുടെ മാത്രം കുത്തകയല്ല. ദേശീയ ചിഹ്നങ്ങളോടും ദേശീയ പുഷ്പത്തോടും കാണിക്കുന്ന ഈ ഐത്തം ഭാരതീയതയോടുള്ള വെല്ലുവിളിയാണ്. അല്ലെന്ന് പറയാൻ സാധിക്കുമോ? സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടിയത് ഭാരതീയ മൂല്യങ്ങളാണ്. തോൽവിയിൽ തളരരുത് എന്ന് അദ്ദേഹം കുട്ടികളെ ഉപദേശിക്കുമ്പോൾ അത് കേവലം ഒരു മത്സരത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിലെ പോരാട്ടങ്ങളെ കുറിച്ചാണ്. കേന്ദ്രമന്ത്രിയുടെ ആ വാക്കുകൾ മുഖ്യമന്ത്രിക്ക് ഒരു പാഠമായിരുന്നു. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കലയെ കലയായും കാണാനുള്ള പാഠം. തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചത് മുതൽ കലോത്സവ വേദികളുടെ പേരുമാറ്റം വരെ അതുവരെ നീളുന്ന ഒരു ഗൂഢാലോചന നമ്മൾ കാണാതിരുന്നുകൂടാ. ഭാരതീയ സംസ്കാരം തുടിക്കുന്ന തൃശ്ശൂരിൽ താമരയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ജനം പ്രതികരിക്കും എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ സംഭവങ്ങൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസിത ഭാരതത്തിലേക്ക് കേരളം കുതിക്കുമ്പോൾ ഇത്തരം നിസ്സാര രാഷ്ട്രീയ തർക്കങ്ങളിലൂടെ പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. തൃശൂർ കലോത്സവം വെറുമൊരു മത്സരം മാത്രമല്ല, അത് ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ആഘോഷം കൂടിയാണ്. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? സുരേഷ് ഗോപിയുടെ പക്വമായ നിലപാടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? എന്നാലും അത്തരം അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യണം. അതായത് കലോത്സവ സംഘാടക സമിതി 25 വേദികൾക്കും പൂക്കളുടെ പേര് നൽകാൻ തീരുമാനിച്ചപ്പോൾ മനഃപൂർവ്വം താമരയെ ഒഴിവാക്കി. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ താമര BJPയുടെ ചിഹ്നം മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ പുഷ്പം കൂടിയാണ് എന്ന വസ്തുത സർക്കാർ വിസ്മരിക്കുകയാണ്. തൃശൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി എത്തിയത് ഈ കലോത്സവത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഉദ്ഘാടന വേദിയിൽ കാണിച്ച പക്വതയും മാന്യതയും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് ഒരു മാതൃക കൂടിയാണ്. കാരണം മാന്യത എന്താണെന്നും സംസ്കാരം എന്താണെന്നും അവരൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. രാഷ്ട്രീയ വിമർശനങ്ങൾക്കായി കുട്ടികളുടെ വേദിയെ അദ്ദേഹം ഉപയോഗിച്ചില്ല എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലവാരം വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കലോത്സവ നടത്തിപ്പിൽ രാഷ്ട്രീയ വിവേചനം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പരാജയമായി കണക്കാക്കപ്പെടുന്നു. വിജയം ആരുടെയും പരാജയത്തിന് മേലല്ല എന്ന സുരേഷ് ഗോപിയുടെ വാചകം രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ നയങ്ങൾക്കുള്ള പരോക്ഷമായി താക്കീതായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഇന്നൊരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇത് കലയുടെ യുദ്ധമല്ല, മറിച്ച് ചിഹ്നങ്ങളുടെ രാഷ്ട്രീയ യുദ്ധമാണ്. എന്തായാലും വിവാദങ്ങൾ ഉണ്ടാക്കിയവരല്ല, മറിച്ച് കുട്ടികളുടെ കളിച്ചിരികളെയും കലയെയും ബഹുമാനിച്ച കേന്ദ്രമന്ത്രിയാണ് ലോകം പ്രശംസിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിജയം ആരുടെയും പരാജയത്തിന് മേലല്ല എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ അതില് വലിയൊരു സത്യമുണ്ട്.
അഹങ്കാരത്തിന് മേലല്ല, മറിച്ച് ജനവിധിക്ക് മേലാണ് വിജയം പടുത്തുയർത്തേണ്ടതെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താണ് ആ ചിരിയുടെ അർത്ഥം എന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ ചിരിക്ക് പല അർത്ഥങ്ങളുണ്ടല്ലോ. ഒന്ന് വിവേകത്തിന്റെ ചിരി, ഒന്ന് പുച്ഛത്തിന്റെ ചിരി, ഒന്ന് കടക്ക് പുറത്തുന്നതിന്റെ ചിരി, മറ്റൊന്ന് വെള്ളക്കപ്പ് പിടിച്ചൊരു ചിരി. എല്ലാ ചിരിക്ക് പിന്നിലും ഒരു PR അർത്ഥങ്ങളുണ്ട്. ദേശീയ ചിഹ്നങ്ങളോടും ദേശീയ പുഷ്പത്തോടും കാണിക്കുന്ന ഈ ഐത്തം എന്തായാലും ഭാരതീയതയോടുള്ള, നമ്മുടെ ഇന്ത്യയോടുള്ള വെല്ലുവിളിയാണ്. സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടിയത് ഭാരതീയ മൂല്യങ്ങളാണ്. തോൽവിയിൽ തളരരുത് എന്ന് അദ്ദേഹം കുട്ടികളെ ഉപദേശിക്കുമ്പോൾ അത് കേവലം ഒരു മത്സരത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിലെ പോരാട്ടങ്ങളെ കുറിച്ച് കൂടിയാണ്. കേന്ദ്രമന്ത്രിയുടെ ആ വാക്കുകൾ മുഖ്യമന്ത്രിക്ക് എന്ത് തന്നെ ആയാലും ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു സന്ദേശം കൂടിയാണ്. എന്തൊക്കെ തന്നെയായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസിത ഭാരതത്തിലേക്ക് കേരളം കുതിക്കുമ്പോൾ ഇത്തരം നിസ്സാര രാഷ്ട്രീയ തർക്കങ്ങളുടെ പിന്തിരിപ്പൻ നയം കാണിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. തൃശൂർ കലോത്സവം വെറുമൊരു മത്സരം മാത്രമല്ല, അത് നമ്മുടെ ഒരു പൈതൃകത്തിന്റെ ഭാഗമാണ്, അതൊരു ആഘോഷമാണ്. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ശരിയുമല്ല. കാരണം അത് കുട്ടികളുടെ ഉത്സവമാണല്ലോ, കുട്ടികളുടെ ആഘോഷമാണല്ലോ. സുരേഷ് ഗോപിയുടെ പക്വമായ നിലപാടിനെ കുറിച്ച് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മുഖ്യമന്ത്രിയുടെ ഈ ഒരു പുച്ഛച്ചിരി അല്ലെങ്കിൽ ഈ ഒരു താമരയോടുള്ള ഐത്തത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും ഈ ഒരു കലോത്സവ വേദി ഒരു ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു വേദിയായിരുന്നു എന്ന് കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ആ ഒരു വിഷയത്തിൽ പങ്കുവെക്കുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.